ഹലോ ഗേയ്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു. നമ്മളിന്നൊരു യാത്ര പോകാൻ കേട്ടോ. യാത്രയുടെ വീഡിയോ ആണ്. നമ്മളിന്ന് പോകുന്നത് നമ്മുടെ അതിരപ്പള്ളിയിൽ വാഴച്ചാലിൽ സെക്യൂരിറ്റി. ഒരു തവണ പോയപ്പോൾ അവിടുത്തെ ഒരു ചേച്ചിയായിട്ട് നല്ല കമ്പനി ആയിരുന്നു. സിജി എന്ന് പറഞ്ഞുള്ള ചേച്ചിയായിരുന്നു. അപ്പോൾ അവർ അവിടുത്തെ ഊരിലാണ് താമസിക്കുന്നത്, കോണിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ഞാനൊരു ദിവസം വരട്ടെ ചേച്ചിയുടെ വീടും കാര്യങ്ങളൊക്കെ കാണാൻ, ആ ഭാഗമൊക്കെ എനിക്കൊന്ന് ചുറ്റി കാണാനായിട്ട് ഞാൻ വന്നോട്ടെ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഒരു ദിവസം എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ഒരു വാക്കിൻ്റെ പേസിൽ നിർത്തി വെച്ചിരുന്നു. പക്ഷേ ഇന്ന് എനിക്കൊരാഗ്രഹം ആ കാട്ടിലേക്കൊക്കെ ഒന്ന് പോവാം. അതുപോലെ തന്നെ ആ ചേച്ചിയുടെ വീടും ചുറ്റുപാടൊക്കെ ഒന്ന് കാണാം. ഊരുമുപ്പത്തിനെ കാണാമെന്നുണ്ടെങ്കിൽ വേറൊരു ട്രൈബൽ കോളനി ഉണ്ട്. നമ്മൾ വാൽപ്പാറ പോകുമ്പോൾ നമ്മൾ കയറി പകുതി എത്തിയപ്പോൾ തിരിച്ചിങ്ങോട്ട് പോകുന്നുണ്ട്. അതിൽ അവിടെയൊക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ നേരെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ നമ്മുടെ സിജിച്ചി നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ നേരെ സിജിച്ചിനെ കണ്ടിട്ട് നേരെ നമ്മൾ എവിടേക്കാണ് പോയത്, സെക്യൂരിറ്റിയുടെ അവിടേക്കാണ്. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ സാറുമാരുടെ അടുത്ത് നമ്മുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ പേരും വണ്ടി നമ്പറും ഒക്കെ കൊടുക്കണമായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ കൂട്ടുകാരിയാന്ന് പറഞ്ഞപ്പോൾ ജാതി ഫ്രണ്ടിലായിരുന്നു. സാറുമാരൊക്കെ നല്ല കമ്പനി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അവിടെ പോകുമ്പോൾ എനിക്ക് എല്ലാവരും പരിചയമുണ്ട്. ഈ സാറുമാരും ക്ലർക്കും പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി ചേച്ചിമാരും എല്ലാവരും എടുത്തും നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ അവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ ഊരിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു കുഞ്ഞു വിഷമം ഉണ്ടായിരുന്നു. നമ്മുടെ ഊരുമുപ്പത്തിനെ കാണാൻ പറ്റിയില്ല. മൂപ്പര് ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവരുടേതായ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരതിന് വേണ്ടി പോയൊക്കെ വരുമ്പോൾ ഏകദേശം നല്ല നേരം വൈകുന്ന കാരണം നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ വേറൊരു ദിവസം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാൽപ്പാറയിൽ പോകുമ്പോൾ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ട്രൈബൽ കോളനി ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു അനുവാദം വേണമായിരുന്നു പ്രസിഡൻറ്റിൻ്റെ. അപ്പോൾ അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ തിരിച്ച് ആ ഒരു കുഞ്ഞു വിഷമം എനിക്കുണ്ട്. അപ്പോൾ ഞാനത് മനസ്സിൽ വെച്ചിട്ടുണ്ട്. വേറൊരു ദിവസം വന്നിട്ട് നമുക്കത് കാണാം. അങ്ങനെ ആ ചേച്ചിയുടെ കൂടെ നമ്മൾ എവിടേക്കാണ് പോകുന്നത്, ആ ചേച്ചിയുടെ വീടും ചുറ്റുപാടൊക്കെ കാണാൻ പോവുകയാണ്. അപ്പോൾ കോളനിയിലേക്ക് ഇതാ വണ്ടിയൊക്കെ അവിടെ ഇട്ടിട്ട് നടക്കുകയാണ്. അപ്പുറത്ത് കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ആയിട്ട്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും ഈ അതിരപ്പള്ളി വാഴച്ചാൽ ഈ രണ്ട് സ്ഥലത്താണ് ഡ്യൂട്ടി ഉള്ളത്. വീട്ടിൽ ആരൊക്കെ പ്രായപൂർത്തിയായവരുണ്ടോ, അതായത് അച്ഛനമ്മ, ഇച്ചിരി പ്രായമുള്ള ഏജ്ഡ് ആയവർക്കൊക്കെ അവർക്കൊക്കെ വേറെ കാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം അങ്ങനെ അങ്ങോട്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കണ ഇതിലാണ്. ബാക്കിലാ ചേച്ചി പറഞ്ഞു അത് കൊടുങ്കാടാണ്. അവരവിടെ ഒരു പെൻസിൽ, അതായത് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നില്ലേ പറയാം, എനിക്കറിയില്ല കേട്ടോ. ചേച്ചി എന്തോ പറഞ്ഞു, മറന്നു പോയിട്ടാ. അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട്, കറണ്ടിൻ്റെ കമ്പി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ഇന്നലെ ഇവിടെയും വരെ ആന വന്നിട്ടുണ്ടായിരുന്നു, അവൻ എപ്പോഴും ഇവിടെ വരും, ആന വരും. അപ്പോൾ ഒന്ന് നോക്കിയാൽ നിങ്ങൾ, തൊട്ടടുത്താണ് ആ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് ഈ ആന വരുന്ന സ്ഥലം. അപ്പോൾ ഈ ഒരു ഷോക്കിൻ്റെ ഉള്ളത് കൊണ്ടിട്ട് അവർ ഇങ്ങോട്ട് കിടക്കാൻ ഇതാവാറില്ല. അപ്പോൾ ഇതിന് ഞാൻ ചോദിച്ചു തൊട്ടുണ്ടെങ്കിൽ ഷോക്ക് അടിക്കുകയോ ചെയ്യുമ്പോൾ പറഞ്ഞു ഇല്ല, ഇതിപ്പോൾ പകലൊന്നും അവർ ഓണാക്കിയിടില്ല, രാത്രി ഓണാക്കിയിടും. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഷോക്ക് അടിച്ച് തെറിച്ച് പോകുന്ന ഷോക്കൊന്നുമല്ല, അവന്മാർ വന്ന് തോടുമ്പോൾ പെട്ടെന്ന് ഒരു വൈബ്രേഷൻ വരും. അപ്പോൾ അവന്മാർക്ക് പേടിയാണ്. അങ്ങനെ അങ്ങോട്ട് റിട്ടേൺ തിരിച്ച് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഈ സംഭവം കെട്ടിട്ടേക്കണേ. ഇന്നലെ രാത്രി വരെ ഇതിൻ്റെ അപ്പുറത്ത് വന്ന് നിൽക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കൊടുങ്കാടാണ്. നമുക്ക് അവിടേക്ക് പോകാൻ പറ്റുമോ ചേച്ചിയും ചോദിച്ചു. പറഞ്ഞു നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാം. പിന്നെ ഊരുമുപ്പത്തി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് പോകാനുള്ള അനുവാദം കിട്ടുമായിരുന്നു. പക്ഷേ ആ ചേച്ചി അവിടെ ഇല്ല, അതൊരു കുഞ്ഞു വിഷമമുണ്ട്. അങ്ങനെ ആ ചേച്ചിയുടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല കുഞ്ഞു വീടോട്. അപ്പോൾ അവിടെ തുണിയെടുക്ക് ഞാൻ എൻ്റെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നെ കൊണ്ടാവുന്നത് എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം നല്ല രീതിയിൽ എനിക്ക് അവർക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ഞാൻ ജനിച്ചിട്ടല്ലേ ഉള്ള യൂട്യൂബിൽ, ഞാൻ വളർന്നിട്ടില്ലല്ലോ, വളരട്ടെ, ഞാൻ അവിടെ പോകുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ മുയലിനെ വളർത്തിട്ടുണ്ടായിരുന്നു, നല്ല വെള്ള സുന്ദരി മുയലുണ്ടായിരുന്നു. അങ്ങനെ മുയലിനൊക്കെ കണ്ടു. നല്ല രീതിയിൽ അവിടെ വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ചാലക്കുടി വിട്ട് ഞങ്ങൾ ഒരുത്തിക്കും പോയിട്ടില്ല എന്ന്. ചാലക്കുടിയിൽ നിന്ന് അപ്പുറത്തേക്ക് ഞങ്ങൾ ഇതുവരെയും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരൂ, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളവിടെ കാടാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കടൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നായിരുന്നു. അങ്ങനെ ഹസ്ബൻഡായിട്ട് നല്ലൊരു ചേട്ടൻ, ഇവർക്ക് നിഷ്കളങ്കമായ സ്നേഹം. ഞാൻ അവിടെ ചെന്ന് ഫസ്റ്റ് ടൈം അവരൊക്കെ കാണുന്നുണ്ടെങ്കിലും ആ നിഷ്കളങ്കമായ സ്നേഹം കണ്ടപ്പോഴല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ എന്തായാലേ ഇവരൊക്കെ നിഷ്കുകളാണ്. ഭയങ്കരമായിട്ട് സ്നേഹത്തോടൊരു വർത്തമാനം പറയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു കുളിർമയാണ്. പിന്നെ അവിടെ ഉള്ളൊരു സൈലൻറ്റ്, അവിടെ എത്തുമ്പോൾ ഒരു ഫ്രഷ് എയർ, അതിനകത്ത് നല്ലൊരു സൈലൻറ്റ് ഏരിയ, ഫ്രഷ് എയർ. അപ്പോൾ അങ്ങനെ അവരെ വീട്ടിൽ അമ്മേനൊക്കെ കണ്ടു. ചേച്ചി കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്, അവിടുത്തെ ജീവിത രീതികളും അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ആ വീടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോവുകയാണ്. നേരത്തെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാടിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം, കാടിൻ്റെ അവിടേക്ക് പോവാന്ന്. അപ്പോൾ അങ്ങനെ പോവുകയാണ് കേട്ടോ.
നിന്നോടാ അങ്ങനെ കുറച്ച് ഇങ്ങോട്ടേക്ക് നടന്നു വന്നപ്പോൾ ഒരു പറഞ്ഞു ഇത് ഞങ്ങളുടെ അമ്പലമാണ്, ഇവിടെ ഒരു ദിവസം പൂജ ഉണ്ടാവുള്ളൂ, മകരവിളക്കിൻ്റെ അന്ന്, ശബരിമലയിൽ മകരവിളക്കിൻ്റെ അന്നാണ് ഇവിടെ പൂജ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്നും എല്ലാവരും വന്ന് തൊഴുതു പോകും, പക്ഷേ പൂജയും കാര്യങ്ങളും വിളക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് അവിടെ എന്തോ അടിച്ചു വാരി വൃത്തിയാക്കി ഉണ്ടായിരുന്നു, അറിയില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഉണ്ടാവും എന്നാൽ ചേച്ചി പറഞ്ഞു. അപ്പോൾ നന്നായിട്ടൊന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കാട്ടിലേക്ക് വരുന്നതും ആ കാട്ടിലൊരു അമ്പലം ശരിക്കും നേരിട്ടിട്ട് അടുത്ത് പോയി നിന്ന് കാണുന്നതൊക്കെ ആദ്യമായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അനുഭവം തന്നെയാട്ടോ ഗൈസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ലൊരു സൈലൻറ്റ് ഏരിയയിൽ കാട്ടിലെ അമ്പലത്തിൽ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. എനിക്കറിയില്ല അവിടെ എന്താ പ്രതിഷ്ഠ എന്ന്, ആരാ എന്താണെന്നൊന്നും അറിയില്ല, ആദ്യമായിട്ടാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ആ എക്സൈറ്റ്മെൻറ്റും ആ സന്തോഷം മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ ആഗ്രഹമാണ് ഇങ്ങനെ പോയിട്ട് വീഡിയോ എടുക്കണം, അതായത് ഇങ്ങനെ സ്ഥലത്തേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് എന്നെ സഹായിച്ച ചേച്ചിനോട് എനിക്ക് എത്രയോ നന്ദി പറഞ്ഞാലും തീരില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ അമ്പലം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തേക്ക് കുറച്ചിങ്ങനെ വെള്ളം ഒഴുകി വരുന്നൊരു സ്ഥലമുണ്ട്. അവിടെ വന്നപ്പോൾ അവിടെ ഒരു പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പൈപ്പ് എല്ലായിടത്തും കണ്ടിട്ടുണ്ട്, ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ പൈപ്പ്. അപ്പോൾ ചേച്ചിനോട് വെച്ച് പറഞ്ഞു, പൈപ്പ് പറഞ്ഞു മേലെന്ന് വെള്ളം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണോടത്തുനിന്ന് പൈപ്പ് അവരിട്ടിട്ട് ഈ മഴക്കാലത്ത് മൊത്തം അവർക്ക് ഇതിൽ നിന്നാണ് ആ ഭാഗത്തുള്ള എല്ലാ കോളനീസിലും വെള്ളം കിട്ടുന്നത്. അതും നോൺ സ്റ്റോപ്പായിട്ട് വെള്ളം നല്ല രീതിയിൽ നല്ല സുലഭമായിട്ട് കിട്ടും. പക്ഷേ അത് വെള്ളം മൊത്തം വറ്റും. അപ്പോൾ അവർക്ക് എല്ലാവരും മോട്ടർ അടിച്ച് കൊടുക്കും. അങ്ങനെ ഒരു ഫെസിലിറ്റീസ് അവിടെയാണ്. വെള്ളത്തിന് അവർക്ക് ക്ഷാമമില്ല. അങ്ങനെ ഇതൊക്കെ കണ്ടായിരുന്നു. അവിടെ കുറച്ച് കുഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടുത്തെ മീൻ നമ്മുടെ നാട്ടിലത്തെ മീനും ഞങ്ങളുടെ നാട്ടിലത്തെ മീനും ഇവിടുത്തെ മീനും തമ്മിൽ വ്യത്യാസമുണ്ടോ ചേച്ചി, കാട്ടിലെ കാര്യങ്ങൾ നമുക്കറിയില്ലല്ലോ. ആ ചേച്ചി ശരിക്കും പറഞ്ഞാൽ മട്ടി ഉണ്ടാവും കേട്ടോ. ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ തൊട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, അങ്ങനെയാണോ ഇങ്ങനെയാണോ ചേച്ചി പറഞ്ഞു. ഒരു മടിയും കൂടാണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നിട്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു കരിയാന്ന് പറഞ്ഞിട്ടൊരു മീനാണ്, എന്നെ ചൂണ്ടി പിടിക്കുമെന്നല്ല ഈ വെള്ളച്ചാട്ടത്തിൽ, അതായത് വെള്ളച്ചാട്ടം നല്ല വെള്ളം ഒഴുകി വരുന്ന സ്ഥലം, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ആ വെള്ളം നല്ലൊരു തണുപ്പാന്ന് പറയുക, ശുദ്ധ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് കിട്ടാ. അപ്പോൾ ഈ വെള്ളത്തിൽ കരിയാന്ന് പറഞ്ഞിട്ടൊരു മീനുണ്ട്, അതായത് ഒരു നമ്മുടെ കരിമീൻ്റെ കുട്ടി പോലത്തെ ഒരു കുട്ടി. അത് പക്ഷേ വലുതാവില്ല, ഒരു ചൂണ്ടുവരലിൻ്റെ അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. അവരത് കോരി പിടിക്കും. കോരി പിടിച്ചിട്ട് അത് അവർ കറി വയ്ക്കാൻ വർക്കൊക്കെ ചെയ്യും. അപ്പോൾ ആ കോരി പിടിച്ചിങ്ങനെ ഇച്ചിരിയും കൂടി ആവണം, ഇച്ചിരിയും കൂടി ആയി കഴിയുമ്പോൾ അവർ ആ മീൻ പിടിക്കണ സമയത്ത് തന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരേതായ തനത് രീതിയിൽ അത് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ എടുത്തോ, അതായത് ഉണ്ടാക്കുന്ന വീഡിയോസ് അത് ടേസ്റ്റ് ചെയ്യാനും എടുത്തോളോ എന്ന് പറഞ്ഞിട്ട് അവർക്കത് ഭയങ്കര ഇഷ്ടമാത്രേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരാൾ അവിടേക്ക് വരുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പൊക്കോ. അവരെന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരും. കാടിൻ്റെ ഉള്ളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനും അവർ തനതായ ജീവിത രീതി കാണാനും, അതുപോലെ തന്നെ നമ്മുടെ ട്രൈബൽ കോളനി ഉണ്ടല്ലോ അതിലുള്ളിൽ പോയിട്ടുണ്ടായിരുന്ന അവിടേക്ക് പോകാനും എല്ലാം അവർ സപ്പോർട്ട് ചെയ്തു തരും. അപ്പോൾ അങ്ങോട്ട് പൊക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ആ മീനുകൾ കുറച്ചിങ്ങനെ തപ്പിപ്പിടിച്ച് കുറേ നോക്കി പിടിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ഒരെണ്ണത്തിന് പോലും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചി എനിക്ക് ആ വെള്ളം വരുന്ന ആ ഭാഗത്തേക്ക് എനിക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പൊക്കോളം പറഞ്ഞു. ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങൾ നേരിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ ചെക്ക് ഡാം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി. അപ്പോൾ എന്തായാലും ഒരു കുത്തനുള്ളൊരു കയറ്റാണ്. ഇവിടെയൊക്കെ രാവിലെ ആന ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പോയി. ഇവിടെ ആന ഇറങ്ങി വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതാ കണ്ട അതേമാതിരി ഒരു കാട്ടിൽ കൂടെ കയറി വരികയാണ് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ എൻഡിലേക്ക്. അതായത്
ഇത് കാണുമ്പോൾ കൊടുങ്കാടാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ, പക്ഷെ ആ ചേച്ചി എന്നോട് പറഞ്ഞത് കൊടുങ്കാടാണ്, ഇവിടെ നിന്നിട്ട് വലിയ കാടാണ്. അങ്ങോട്ടേക്ക് അറിയാത്തവരെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും വഴുതിട്ടും ഈ ഒരു ഭാഗം മാത്രമേ ഇങ്ങനത്തെ ഉള്ളൂ. അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോയാൽ ഏത് വഴിക്കാണ് നിങ്ങൾക്ക് പോയെന്ന് അറിയാൻ പറ്റില്ല. കാരണം കുറച്ച് വഴി അങ്ങോട്ട് പോയാൽ മതി, ഇങ്ങോട്ട് തിരിച്ച് വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ ഒരു ഇട്ടാവട്ടത്ത് പോയിട്ടാണോ അവൾ ഇങ്ങനെ പ്രഹസനം കാണിക്കുന്ന, കൊടുങ്കാടാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ല, എനിക്ക് അവർ പറഞ്ഞ അറിവിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും ഈ വീഡിയോയിൽ ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്നതും അവിടുത്തെ അവർ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെക്ക് ഡാം ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആന വരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി നിങ്ങൾ കേട്ടോളെ. തനിയെ ഞാൻ കൊടുങ്കാട്ടിലാണ് ഗൈസ്, കൊടുങ്കാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് പുലി വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി. അപ്പോൾ ഞാൻ എന്താ കൊടുങ്കാട്ടിലാണ് കേട്ടോ ഗൈസ്, ഒറ്റയ്ക്കാണ്. ഉണ്ടോ ഗൈസ്, കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്ക് ഉണ്ടോ. അവിടെ നിന്ന് രാവിലെ ആ ഒരു സൈഡിൽ നിന്ന് ആന ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അവരവിടെ മറ്റേ കറണ്ടിന് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇതിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. ഉണ്ടോ ഗൈസ്, ഒറ്റയ്ക്ക്. ഇതെൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു, ഒരു കാട് എക്സ്പ്ലോർ ചെയ്യുക, അതും തനിയെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ എനിക്ക് പറ്റില്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ തൂരുമുക്കനെ കാണണം. ഞാൻ കണ്ടിട്ടില്ല, അവരവിടെ മീറ്റിങ്ങിന് വേണ്ടിയായിരുന്നു. അപ്പോൾ എന്നോട് വേറൊരു ദിവസം വരാൻ പറഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ കാട് മൊത്തം, ഈ കൊടും കാട് മൊത്തം ഗൈസ് നോക്കൂ, കണ്ട പുറകിലേക്ക് നോക്കൂ, അതിൻ്റെ ഉള്ളിലേക്ക് മൊത്തം കാടാണ്. ആ കാട് മൊത്തം എക്സ്പ്ലോർ ചെയ്യാം, തേൻ എടുക്കാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു കാടിനുള്ളിലേക്ക് വരാമെന്നുള്ളത് ഗൈസ്. അത് ഞാനിതാ സക്സസ്ഫുള്ളായിട്ട് നടത്തിയിട്ടുണ്ട്. അത് ഒറ്റയ്ക്ക്, അവരൊക്കെ താഴെയാണ്. ഇപ്പോൾ വരാം ചേച്ചി എന്ന് പറഞ്ഞാൽ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ആ ചേച്ചി പറഞ്ഞ മാതിരി ഇതാ ഇവിടെയായിരുന്നു തോന്നുന്നു ചെക്ക് ഡാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയതാണോന്ന് അറിയില്ല, കാരണം ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ മഴയ്ക്ക് അത് തകർന്നു പോയി എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ എനിക്ക് ഏകദേശം ഒരു തോന്നിയത് ഈ ഭാഗത്തായിട്ടായിരിക്കാം ചെക്ക് ഡാം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ ആയിരുന്നു രാവിലെ ആന വന്ന് നിന്നിരുന്നതെന്ന് പറഞ്ഞു. അവിടെ താഴത്ത് അവർ എരുമേനെ കെട്ടാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ അവൻ ഈ ചെക്ക് ഡാമിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു, അവരിങ്ങോട്ടേക്ക് മേലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അവർ ഈ ഭാഗം വരെ എത്തിയിട്ട് അവൻ വെള്ളം കുടിച്ചിട്ട് പോവുകയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോയിട്ടുമില്ല. ഉച്ച സമയമാകുമ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് പിന്നെയും വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. ശരിയായിരുന്നു, അവിടെ ഒരു അനക്കവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പതിയെ ഞാനിങ്ങോട്ട് പോന്നു. കൂട്ടായിട്ട് വരാമെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കൂട്ടായിട്ട് 2-3 ദിവസം മുന്നേ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വരുന്നത് അവൻ ഒറ്റയ്ക്ക് വരാറെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ രാത്രി അവരവിടേക്ക് വീടിൻ്റെ അവിടേക്ക് ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ആ വീടിൻ്റെ ആ ഭാഗത്തേക്ക് വന്നപ്പോൾ പട്ടി കുറച്ചു. പട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടികൾ കുറച്ച് വയ്യാണ്ടാവും അത്ര. എന്നാലും ഇവന് യാതൊരു കൂസലുണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല പടക്കം പൊട്ടിച്ചവർ എറിഞ്ഞായിരുന്നു, കുറേ കുട്ടിയെ ഒക്കെ ഓടിപ്പിച്ച് നോക്കിയായിരുന്നു. അവനൊന്നും ഒരു പേടിയില്ലാത്തവനാണ്, അപ്പോൾ അവനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ആ ചേട്ടൻ പറയുന്നത് അവിടെ ആന നിൽക്കുന്നുണ്ടായിരുന്നു അപ്പുറത്ത്, അങ്ങോട്ട് പോകാൻ പാടില്ല, എന്തിനാ അങ്ങോട്ട് പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ പറഞ്ഞു കുറച്ച് അപകടം ഉണ്ട് അവിടെ. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഈ അടുത്തേ ഒരാളിനെ അവിടെ ഒരാളിനെ വെട്ടിക്കൊന്നുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കള്ളു കുടിച്ചിട്ട് തേനെടുക്കാൻ പോയിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉച്ച സമയമല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്ക് വിചാരിച്ചിട്ടാണ്, ഞാൻ പേടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവരെന്നെ അങ്ങോട്ടേക്ക് അധികം വിടാൻ. പിന്നെ അത് മാത്രമല്ല ഒരു 37 അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ അനുവാദമാണ്. ഇവർ അനുവാദം കിട്ടിയാൽ ഓക്കെയാണ്. ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ആരെങ്കിലും ഒരാൾ കൂടെ വരുമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം ആ ചേച്ചി കൂടെ വരില്ല, ചേച്ചി കൂടെ വരില്ല. പക്ഷെ എൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ആണുണ്ടായിരുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ചേട്ടനും കൂട്ടിയിട്ട് ഒരു ദിവസം വായോ ആ കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ പോവാം, ഇവിടെ നിന്ന് ആരെങ്കിലും ഒരാൾ ആണ് അതിൻ്റെ ഉള്ളിലേക്ക് തേനെടുക്കാൻ പോകുന്ന ആൾക്ക് കൂടെ വരാം. കാട് മൊത്തം ഒരു പരിധി വരെ നമുക്ക് കയറാൻ പറ്റുന്ന പരിധി വരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് എന്താ പറയാന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ കാട്ടിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പേടി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആന വരുമ്പോൾ എന്ന് പറയുമ്പോൾ ആന വരുമ്പോൾ പേടി തന്നെയാണ്. അതല്ല, എനിക്ക് പാമ്പുകളെയാണ് കൂടുതലും പേടി. കാരണം കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഈ കരിയിലേരുടെ ഉള്ളിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്ന സാധനമൊക്കെ, അതിനെ കുറച്ച് പേടിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റേതായ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് നമുക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ശാന്തതയാണെന്ന് പറയുക ഗൈസ്, അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ നല്ല ശുദ്ധ ഓക്സിജനും അതുപോലെ തന്നെ നിശബ്ദതയും കിളികളുടെയും ആ വെള്ളം പോണ സൗണ്ട് ഉണ്ടല്ലോ, ആ വെള്ളം പോണ സൗണ്ട് നിങ്ങൾ കറക്റ്റൊക്കെ കേൾക്കണം. അതും സൈലൻ്റ് ഏരിയയിൽ ആ വെള്ളം പോണ സൗണ്ട് ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്.
ഈ ഒരു സൗണ്ട് നോക്കിയാൽ ഗൈസ്, ഈ ഒരു സൗണ്ട്, ഈ സൗണ്ടിലാണ് നമുക്ക് അറിയണം. ഞാനപ്പോഴേ ഞാൻ അങ്ങോട്ട് ഇറങ്ങണില്ല. ഞാൻ ആ ചേച്ചിനോട് ചോദിച്ചു, എനിക്ക് അപ്പുറത്തേക്കൊന്നും പോകണമെന്നുണ്ട് ചേച്ചി, അപ്പോൾ അങ്ങോട്ട് പോയ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല, കുറച്ചും കൂടി അങ്ങോട്ട് കയറിക്കോ, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കുറച്ച് പേടിയുണ്ട്. തീരുമാനം വേണോ വേണ്ടേ, പോകണോ പോണ്ടേ. ആനയുടെ സ്മെല്ല് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഞാനിത് പറയുന്നത് തള്ളല്ല, കാരണം നല്ല രീതിയിൽ എനിക്ക് ആനയുടെ മണം കിട്ടുന്നുണ്ട്. ഞാനിത് പോകുന്നത് റിസ്ക്കാണ് ഗൈസ്, റിസ്ക്കാണ്. കാരണം നോക്കൂ, കൊടും കാടാണ്, നല്ല രീതിയിൽ കാടാണ്. പിന്നെ ആ ചേച്ചിയുടെ എൻ്റെ അമ്മേ, ആന വന്നിട്ട് ഇതിൽ കൂടെ ഒക്കെ ആന വന്നിട്ടുണ്ടെന്നല്ലാണ്ട് ആനേനെ കാണിച്ചു തരണം നിങ്ങൾ പറയരുത്. പോവാം, പതുക്കെ പോവാം. സൗണ്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ ഹാർട്ട് അടിയുടെ സൗണ്ടാണോ? അല്ല ഗൈസ്, ഗൈസ് ആനയുടെ സൗണ്ട് ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് ആന വരുന്നുണ്ട്. പോവാണ് ഗൈസ്, താഴത്ത് കൂടെ. ഇപ്പുറത്ത് കൂടെ ഞാൻ ഇറങ്ങില്ലേ, ഞാൻ അപ്പുറത്ത് കൂടെ തന്നെ ഇറങ്ങാൻ പോവാണ്. കാരണം അവിടെ നിന്ന് ആനയുടെ നല്ല രീതിയിൽ ആനയുടെ എനക്കം കേൾക്കണ കാരണം ഞാൻ എന്താ പോരാണ്, ഇറങ്ങാണ് ഗൈസ്. എനിക്ക് അവിടെ നിൽക്കാനുള്ള ധൈര്യമില്ല. അവിടെ ചേച്ചി ഉണ്ണിയൊക്കെ മീൻ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ ഇറങ്ങാണ്. എനിക്ക് പാമ്പ് വരുമെന്നുള്ള പേടിയുണ്ട് കേട്ടോ. ആനയെക്കാട്ടും പേടി പാമ്പ് വരുമെന്നാണ്. അതാ ഗൈസ്, ഇറങ്ങി. അങ്ങനെ ഞാൻ വേഗം താഴത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ ചേച്ചി എരുമേനെ കുളിപ്പിക്കണ്ടായിരുന്നു. ചേട്ടന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനാണ് പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ ഭാഗത്ത് ആന നിൽക്കുന്നുണ്ട്. രാവിലെ വന്നവൻ തന്നെയാണ്, അവിടെ നിൽക്കുന്നുണ്ട്. അവനിങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്, വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പോവാമെങ്കിൽ മതി, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ വന്നിട്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ പിന്നാലെ പോകണ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ അത്. മൂപ്പരും അവിടെ വാഴച്ചാൽ സെക്യൂരിറ്റി തന്നെയാണ്. അപ്പോൾ ആ ചേട്ടൻ വന്ന് ഞങ്ങളെ കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയത് കറക്റ്റാണ് ഗൈസ്. ഞാൻ പറഞ്ഞു തള്ളല്ല, ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ കാണുമ്പോൾ വിചാരിക്കും തള്ളല്ലേ എന്ന്. തള്ളല്ലായിരുന്നു. താഴെ വന്നപ്പോഴാണ് കറക്റ്റ് കാര്യം മനസ്സിലായത്. പിന്നെ അത് മാത്രമല്ല, ആ ചേച്ചിയുടെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു ആ ഭാഗത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവനെ വന്ന് നിൽക്കുന്ന സ്ഥലം. അവിടെ ഉച്ചയായപ്പോൾ അവൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ ആ സൗണ്ട് കേട്ടേന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു അനുഭവം തന്നെയായിരുന്നു എനിക്ക്. കാണണമെന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പരിചയമില്ല. ഇവർക്ക് അവിടെ നിന്ന് താഴത്തോട്ടേക്ക് കയറി മേലേക്ക് ഓടി വരാൻ ആ ചേച്ചിക്ക് പറ്റില്ല. കാരണം ഉണ്ണി ആ ചേച്ചിയുടെ അടുത്തായിരുന്നു. പിന്നെ അച്ഛന് വയ്യ. അച്ഛൻ ഈ പറഞ്ഞ മാതിരി അച്ഛന് വയ്യാത്ത കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആ കഥയാണ് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അച്ഛൻ ഇതുപോലെ തന്നെ ഈ വഴിയല്ല, തൊട്ടപ്പുറത്തെ വഴിയിൽ രാവിലെ എന്തോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചേച്ചനെ ആന ആക്രമിച്ചായിരുന്നു. മൊത്തം സീനായിരുന്നു, ചവിട്ടിയിട്ടായിരുന്നു. ഒരു 5-8 മാസത്തോളം ഫുൾ ആൾക്ക് മെഡിക്കൽ കോളേജിലായിരുന്നു. ചവിട്ടി കംപ്ലീറ്റ് നല്ല രീതിയിൽ ആക്രമിച്ചു. മരിക്കാണ്ട് രക്ഷപ്പെട്ടാണ്. ആ അച്ചാച്ചനിപ്പോൾ എല്ലാം റിക്കവറായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കഥയൊക്കെ പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഇവരിവിടെ നിന്ന് ഒരു വെട്ടിക്കുന്നെന്ന് പറഞ്ഞില്ലേ, ആ വീടിൻ്റെ മുറ്റത്ത് കൂടി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇട്ടിട്ടല്ല, ആ ആളിനെ തേനെടുക്കാൻ വേണ്ടി അവിടേക്ക് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ നിന്ന ഭാഗത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗത്താണ് അയാളെ വെട്ടിക്കൊന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പിന്നീടാണെങ്കിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് പേടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വാഴച്ചാലിൻ്റെ അവിടേക്ക് വന്നു കേട്ടോ. അപ്പം ഡയറക്റ്റായിട്ട് നമ്മൾ കയറാതെ തന്നെ ഇപ്പുറത്ത് വരെ വീടിൻ്റെ ബാക്കിൽ കൂടെ ഒക്കെ ആയിട്ടാണ് ഈ വാഴച്ചാലിക്ക് വന്നത്. അപ്പോൾ അവർ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും ആ മേൽഭാഗത്തുണ്ടല്ലോ, ഫസ്റ്റ് കയറിയ കോളനി ഉണ്ടല്ലോ, ആ കോളനിയിലുള്ളവർ, അതായത് ഈ ചേച്ചിയും എല്ലാവരും കൂടിയിട്ട് ഇവിടേക്ക് വരും അത്രേ. ഇവിടെ നിന്ന് പിന്നെ ഈ അടുത്തുള്ള ഈ വാഴച്ചാലിൻ്റെ ഈ ഒരു ഫുട്പാത്തിൻ്റെ ഇപ്പുറത്ത് കുറച്ച് വീടുകളൊക്കെ കണ്ടില്ലേ നടന്നു വരുമ്പോൾ, ആ വീട്ടിലുള്ളവരൊക്കെ പാത്രം കഴുകാനും അലക്കാനും കുളിക്കാനൊക്കെ 6 മണിക്ക് ശേഷം ഇവരെല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് അത്രേ കുളിക്കുക, അലക്കുക, പാത്രങ്ങൾ കഴുകുക, അതൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ പിന്നെ ഇത്
വേനൽ വരുമല്ലോ, നല്ല വേനൽ വരുമ്പോൾ ഈ വെള്ളം മൊത്തം വറ്റിപ്പോവും. എന്നിട്ട് ഇവർ ഈ പാറമേൽ കൂടെ അപ്പുറത്തേക്ക് കിടക്കും. അപ്പുറത്തേക്ക് കടന്നിട്ട് ഈ മലയല്ല, അവിടെ വേറൊരു വഴിയുണ്ടെന്ന്, ആ വഴി കൂടെ അപ്പുറത്തേക്ക് പോയിട്ട് അവർ കൂവ, മഞ്ഞൾ, പിന്നെ മറ്റേ ആ സാധനത്തിന് എന്താ പറയുക, ആ സർബത്ത് ഉണ്ടാക്കുന്ന സാധനം മറന്നുപോയല്ലോ. എന്നോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ മറന്നുപോയതാട്ടാ, നറുനീണ്ടി അതൊക്കെ പറക്കാം, പിന്നെ തേൻ എടുക്കാനൊക്കെ പോവും. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചെന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഇവരുണ്ടാവും കേട്ടോ. ആന ഇറങ്ങി വെള്ളം കുടിക്കാൻ വരും. ഇച്ചിരിയോളം വെള്ളം ഉണ്ടെങ്കിലും നിറച്ചിക്കും. ഞാൻ പറഞ്ഞു ഇത്രയും മലയുടെ മേലെ നോമാർ ഇറങ്ങി വരും, മാര് ഭയങ്കര വില്ലന്മാർ, അത്രയും ആനകൾ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ചേച്ചിമാരെ അടുത്ത് എത്തിയിട്ട്, ആ ചേച്ചിയുടെ കൂട്ടുകാരികളാണിത്. അപ്പോൾ ചേച്ചി പറഞ്ഞു നല്ല അടിപൊളി, ഞാൻ ഉണ്ടാക്കിയ ചെമ്പരത്തി ജ്യൂസ് ഉണ്ട്, ടേസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചെമ്പരത്തി ജ്യൂസ് വന്നാൽ പിന്നെ നോക്കാമല്ലോ ചെമ്പരത്തി ജ്യൂസ്. അപ്പോൾ പറഞ്ഞു ഇവരിവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്, നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെയിലത്തു നിന്നൊക്കെ നമ്മൾ വരുമ്പോൾ അപ്പോൾ എല്ലാവരും ഈ ചേച്ചിയുടെ വാഴച്ചാൽ വരുമ്പോൾ ഈ ചേച്ചിയുടെ കടയിൽ പോയിട്ട് സർബത്ത് നിറഞ്ഞേണ്ടി, ഈ ചേച്ചി ഉണ്ടാക്കണത് തന്നെ നിറഞ്ഞേണ്ടി അതുകൊണ്ട്, അതുപോലെ തന്നെ ചെമ്പരത്തി ജ്യൂസ് ഉണ്ട്, പിന്നെ കാട്ടിൽ നിന്ന് തേൻ കൊണ്ടുവച്ചിട്ടുണ്ട്, ഞാൻ മേടിച്ചില്ല, തേൻ കൊണ്ടുവച്ചിട്ടുണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അവർ വേഗം ഉണ്ടാക്കി തരാണ് നമ്മുടെ ചെമ്പരത്തി ജ്യൂസ്. നല്ല രസമുണ്ടായിരുന്നു. അത് കുടിച്ചപ്പോൾ വെയിലത്ത് നിന്ന് വന്ന ഒരു ഫീലേ ഇല്ലായിരുന്നു. നല്ല പെട്ടെന്ന് തന്നെ നമ്മൾ റിഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും നല്ല ഒരു ഇതായിരുന്നു ചെമ്പരത്തി ജ്യൂസ്. നമ്മുടെ ബ്ലഡ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ. ഇത് ചേച്ചി ഉണ്ടാക്കിയത് ചെമ്പരത്തി ഇതല്ലേ? അയ്യോ ബിസ്ക്കറ്റോ? മാങ്ങ ആണോ എനിക്ക്? മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടാ? ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്നൊരു നറുനീണ്ടിയുടെ സർബത്ത് ആ ചേച്ചിമാരുണ്ടാക്കിയാണ്. കലർപ്പില്ലാത്ത നറുനീണ്ടി അല്ല, ഒറിജിനലാണെന്ന് പറഞ്ഞ് അപ്പോൾ 20 രൂപയുടെ വെച്ച് ഇവിടെ വരുമ്പോൾ നമ്മൾ ചേച്ചിമാരെ എടുത്തിട്ട് പോയിട്ട് കുടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ അത് മേടിച്ച് കുടിച്ച് നല്ല മധുരം ഉണ്ടായിരുന്നു. ആ ഇഞ്ചിയിലൊക്കെ സിറപ്പ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടേസ്റ്റും അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കുടിച്ചിട്ട് നേരെ വരികയാണ്. അപ്പോൾ ഒരാൾ നല്ല വിഷമൊക്കെ തുടങ്ങിയിട്ട് ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രാവിലെ ഒരു 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് ചേച്ചിമാർക്ക് ഡ്യൂട്ടി അവിടെ ചേച്ചിക്ക്. അപ്പോൾ ഈ ചേച്ചിയുടെ അമ്മ, ഹസ്ബൻഡ്, ചേച്ചിയുടെ ഭർത്താവ് എല്ലാവരും ഇവിടെ തന്നെയാണ് ജോലി. അപ്പോൾ ഞാനത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ഭാഗത്ത് ഈ വാഴച്ചാൽ അതുപോലെ തന്നെ നമ്മുടെ അതിരപ്പള്ളിയിലൊക്കെ അവിടെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ജോലി കൊടുക്കണം, പുറത്ത് ഒരാൾക്കും കൊടുക്കില്ല. ക്ലർക്കുകളും അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഓഫീസേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കൂടെ സെക്യൂരിറ്റി ആയിട്ടും ഇവിടുത്തെ സ്റ്റാഫുകളായിട്ടും കംപ്ലീറ്റ് അവിടെയുള്ള ആൾക്കാർ, ആ കാടിൻ്റെ ഉള്ളിൽ ആ കോളനിയുടെ ഉള്ളിലത്തെ ആൾക്കാരാണ് അവർ മെയിനായിട്ട് ജോലിക്ക് എടുത്തേക്കണേ. അപ്പോൾ ഒരു വീട്ടിൽ വേറെ ഒന്നിനു പോലും കാരണന്മാർ, അതായത് ഇച്ചിരി പ്രായമുള്ളവർ തേനെടുക്കാൻ പോവും, മീൻ പിടിക്കാൻ പോവും, പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾ, കൂവ അതൊക്കെ പറക്കാൻ പോവും. അല്ലാതെ ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഡ്യൂട്ടി. നല്ല രസമായിരിക്കും അല്ലേ? അങ്ങനെ
അപ്പോൾ അങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു, അവരോട് യാത്രയൊക്കെ പറഞ്ഞു തിരിച്ച് പോരുകയാണ്. തിരിച്ച് പോരുന്ന വഴി നമ്മുടെ അതിരപ്പള്ളിയിലെ വ്യൂ പോയിൻ്റ് കാണുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ എത്തിയിട്ട് ഒരു മാങ്ങയൊക്കെ മേടിച്ചായിരുന്നു. ഫുഡ് ഞങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു കാടിൻ്റെ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് കഴിച്ചായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ യാത്ര പറഞ്ഞ് പോരുകയാണ്. അപ്പോൾ അടുത്ത തവണ വരുന്നതായിരിക്കും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. കൂട്ടത്തിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.